ഇനി ഞാനിവിടെ 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡയഗ്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിൻ ഡയഗ്രത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഇതാണ്. അപ്പം കുട്ടികൾക്ക് ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ നേരത്ത് അല്ലെങ്കിൽ ഇത് വരച്ചെടുക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ് ഈ ഒരു 40 പിൻസിൻ്റെ ഓർഗനൈസേഷൻ. അതായത് 8086 മൈക്രോ പ്രോസസ്സർ ടോട്ടൽ 40 പിൻസ് ആണുള്ളത്. അത് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് 20 പിന്നായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ 20 പിന്നിൻ്റെ ഓർഗനൈസേഷൻ അല്ലെ ഏത് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള അല്ലെ അത് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനിതൊരു കഥ പോലെ പറയാം. അപ്പോൾ അവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും താഴത്തെ പിന്ന് ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് എന്ന് കണക്കൂട്ടാം. ആ ഗ്രൗണ്ടിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈമിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ഇൻ്റർവൽ ടൈമിൽ INTR ഇൻ്റർവൽ ടൈമിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയെ ചാർജ് എടുത്തു. ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം വിവിധ കൺട്രികളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ AD 0 മുതൽ AD 14 വരെയുള്ള 14 രാജ്യങ്ങൾ അദ്ദേഹം വിസിറ്റ് ചെയ്തു. അപ്പം ആ 14 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം AD 14 എത്തിയപ്പം അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലായി. അങ്ങനെ അദ്ദേഹം അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി. അപ്പം ഏകദേശം ഈ 20 പിന്നിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അവിടെ വിസ ക്യാൻസലായി, അവിടെ പെൻഡിങ് ആണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു. റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ റിക്വസ്റ്റ് ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ റൈറ്റ് സൈഡിലെ നമ്മുടെ താഴത്തെ പിന്ന് തൊട്ട് പിന്നെയും തുടങ്ങാം. അങ്ങനെ അവർ നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിനെ ഒന്ന് റീസെറ്റ് ചെയ്തു. അത് റെഡിയാണോ എന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം അതിനൊന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവർക്ക് തീരുമാനം എടുത്തു ആരെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ QS1 ഉം QS0 എന്ന 2 പേര് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. അവർ 3 കാറുകളിലായിട്ടാണ് പോയത്. S0, S1, S2 എന്ന 3 കാറുകളിലാണ് പോയത്. അങ്ങനെ അവർ കാറിൽ കയറി കാറിൻ്റെ ലോക്ക് എടുത്തു. ലോക്ക് എടുത്തതിന് ശേഷം 2 ഗേറ്റ്, അതായത് RQGT1 ഉം RQGT0 എന്നുള്ള 2 ഗേറ്റിൽ കൂടെ അവർ പാസ് ചെയ്ത് റോഡിലേക്ക് കയറി. RD ബാർ. അങ്ങനെ റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പം കാറിന് മിനിമം സ്പീഡിലും മാക്സിമം സ്പീഡിലും പോകാൻ പറ്റും. അങ്ങനെ മിനിമം സ്പീഡിലും മാക്സിമം സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു ബാരിക്കേഡ് കണ്ടെത്തി. ആ ബാരിക്കേഡിലെത്തിയപ്പം കറൻ്റ്ലി സ്പീഡ് S7 ആണ്. അപ്പം S7ൽ നിന്ന് S6ലേക്ക്, S6ൽ നിന്ന് S5ലേക്ക്, S5ൽ നിന്ന് S4ലേക്ക്, S4ൽ നിന്ന് S3ലേക്ക് സ്പീഡ് ചേഞ്ച് ചെയ്ത് അവർ AD 15 എന്ന രാജ്യത്തെത്തി. അവിടെ ചെന്നപ്പം VCC വിസ ക്യാൻസലേഷൻ്റെ ആ ഇത് മാറി. അങ്ങനെ അവർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി പിന്നീടുള്ള രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു യാത്ര ഇതാക്കി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഈ 2 സൈഡിൽ പിന്നെ ഓർത്തിരിക്കാനുള്ള ഒരു വഴിയായിട്ട് ഞാനിത് ജസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊരു മെത്തേഡാണ്. കാരണം ഈ 40 പിന്നും 40 പിന്നിൻ്റെ പേരുകളും അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങൾ അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എന്താണ് ഓരോ പിന്നിൻ്റെയും പർപ്പസ്? ആക്ച്വലി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് 3 പിന്ന് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസിന് വേണ്ടിയാണ്. ഒന്ന് 20 ഗ്രൗണ്ട്, 1 ഗ്രൗണ്ട്, പിന്നെ 40 പിന്ന് VCC പവർ സപ്ലൈ. അപ്പോൾ ആക്ച്വലി പവർ സപ്ലൈ വഴി 5 വോൾട്ട് ആണ് അവിടെ വരുന്നത്. 5 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നു. പിന്നെ ഗ്രൗണ്ട് ഇത് പിന്ന് 1 ഉം പിന്ന് 20 ആണ് ഗ്രൗണ്ട് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ക്ലോക്ക് സിഗ്നൽ ഉണ്ട്. ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുമ്പോൾ പിന്നെ 19ലെയാണ് ക്ലോക്ക് സിഗ്നൽ. ഇറ്റ് പ്രൊവൈഡ്സ് ടൈമിംഗ് ഇൻഫർമേഷൻ ടു ദ പ്രോസസ്സർ ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി ഓരോ വേർഷനിലും ഡിഫറെൻ്റ് ആണ്. ഇനിഷ്യൽ വേർഷനായ 8086ൽ 5 MHz ആണ്. അതിന് ശേഷമുള്ളത് 8 MHz ആണ്. പിന്നെയുള്ളത് 10 MHz ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടെ പറയാനുള്ളത്. പിന്നെയുള്ളത് റീസെറ്റ് ആണ്. റീസെറ്റ് അത് രജിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെയോ ഫ്ലാഗ്സിൻ്റെയോ ഒക്കെ റീസെറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നൊരു പിന്നാണ് റീസെറ്റ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് അതായത് ഇറ്റ് വിൽ ബി ഹൈ ഫോർ മിനിമം 4 ക്ലോക്ക് പൾസസ് ആണ്. ആദ്യത്തെ 4 ക്ലോക്ക് പൾസസിൻ്റെ കേസിൽ ഇതിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും.
അത് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ രജിസ്റ്റേഴ്സ്, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, ഫ്ലാഗ്സിൻ്റെ ഒക്കെ വാല്യൂ റീസെറ്റിങ്ങിന് വേണ്ടിയാണ്. വാല്യൂ റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീറോ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഉള്ളത് AD0 മുതൽ AD15 വരെയുള്ള അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ്. ഇത് മൾട്ടിപ്ലക്സ്ഡ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ബിറ്റ്സ് A0 to A15 അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് വേറൊരു പിന്നും കൂടെ ഉണ്ട്, ALE. അതായത് പിൻ നമ്പർ 25 ALE അഡ്രസ് ലാച്ച് എനേബിൾ എന്നുള്ളതാണ്. when its value is high അല്ലെങ്കിൽ when the value is equal to 1, the multiplexed address or data bus contains address information ആണ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ് ഓർ ഡാറ്റ ലൈൻ, ഈ AD എന്ന് പറയുമ്പോൾ അഡ്രസ് ഓർ ഡാറ്റ ലൈൻ ആണ്. അതിൽ ഇതിൻ്റെ വാല്യൂ, അഡ്രസ് ലാച്ച് എനേബിളിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് ആ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നത് അഡ്രസ് ഇൻഫോർമേഷൻ ആണ്. അല്ല എങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡാറ്റ ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ ഈ അഡ്രസ് ഓർ ഡാറ്റ ലൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പം അഡ്രസ് ആയിരിക്കും അതിൽ കൂടെ പാസ് ചെയ്യുന്നത്. റിമൈനിങ് ഓൾ ദ ക്ലോക്ക് പൾസസിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് ഡാറ്റ ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന ഒരു ലൈനും കൂടെ അല്ലെങ്കിൽ ഒരു പിന്നും കൂടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു 3 ലൈൻ ഇൻട്രപ്റ്റ്സിന് വേണ്ടിയാണ്. ഇൻട്രപ്റ്റ്സ് INTR 18ാമത്തത്, പിന്നെ NMI നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, പിന്നെ നമ്മുടെ QS1 കറസ്പോണ്ടിങ് ആയിട്ട് INTA എന്നൊരു ലൈനും കൂടെ ഉണ്ട്, അതായത് 24ാമത്തെ ലൈൻ. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നൊക്കെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നുണ്ട്. ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് 8086 മൈക്രോ പ്രോസസ്സിലെ INTR എന്നുള്ളത്. അപ്പോൾ ഇൻട്രപ്റ്റ്സ് വരുന്ന സമയത്ത് അതിലത് ഏറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ളത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റിനാണ്, ദാറ്റ് ഈസ് NMI ഇൻട്രപ്റ്റ് ആണ്. അതൊരു ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നത് ഈ 17th പോർട്ടിൽ കൂടെ ആയിരിക്കും. 17th പിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നാൽ അതിനുള്ള അക്നോളജ്മെൻറ്റ് തിരിച്ച് പ്രോസസ്സർ കൊടുക്കണം. അപ്പോൾ അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന പിന്നാണ് 24 INTA ബാർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇൻട്രപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പിന്ന്. പിന്നെ വരുന്നത് ഹോൾഡും ഹോൾഡ് അക്നോളജ്മെൻറ്റ്, അതായത് HOLDയും അതുപോലെ തന്നെ HLDA എന്ന ലൈനാണ്. ഈ ഹോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോൾഡ് പിൻ നമ്പർ 31 ആണ്, പിൻ നമ്പർ 30 ആണ് നമ്മുടെ HLDA. ഇപ്പം നമ്മുടെ ഹോൾഡിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ടു ദ പ്രോസസ്സർ ദാറ്റ് എക്സ്റ്റേണൽ ഡിവൈസസ് ആർ റിക്വസ്റ്റിംഗ് ടു ആക്സസ് ദ അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ്. അതായത് എക്സ്റ്റേണൽ ഡിവൈസിന് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ് ഓർ ഡാറ്റാ ബസിൻ്റെ ആക്സസിബിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ, അതിൻ്റെ റിക്വസ്റ്റ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് പിൻ നമ്പർ 31 ഹോൾഡ്. അപ്പം ഇനി അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പം അതിനൊരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിൻ നമ്പർ 30 HLDA. ഇതാണ് ഹോൾഡ് അക്നോളജ്മെൻറ്റ്. ഇത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ റിക്വസ്റ്റ് വരുന്നതാണ്, അതായത് അഡ്രസ് ഓർ ഡാറ്റാ ബസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് വരുന്നതാണ് ഹോൾഡ് ലൈൻ. ഇനി അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ് HLDA എന്നുള്ള ഹോൾഡ് അക്നോളജ്മെൻറ്റ്. പിന്നെ ഇനിയുള്ളത് അഡ്രസ് ഓർ സ്റ്റാറ്റസ് ബസ്സാണ്. ദാറ്റ് ഈസ് A16 to A19 എന്നുള്ളത് അഡ്രസ് മാത്രം, അഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൂടെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള സ്റ്റാറ്റസ് ബസ്സുമാണ് വരുന്നത്. അപ്പം A16 to A19 എന്നുള്ളത് നമ്മുടെ അഡ്രസ്സ് ബിറ്റ്സിൽ, അതായത് നമ്മൾ ടോട്ടൽ പറഞ്ഞ AD0 to AD15 എന്ന് പറയുമ്പോൾ 16 ബിറ്റേ ഉള്ളൂ. ഇനി 4 ബിറ്റും കൂടെ ആയാലും 20 ബിറ്റ് ആവുള്ളൂ. അപ്പോൾ അഡ്രസ്സ് ഇവിടുത്തെ കേസിൽ 20 ബിറ്റാണ്. പിന്നെ സ്റ്റാറ്റസ് ബിറ്റ് S6 to S3 ആണ്. അതിനകത്ത് S6ൻ്റെ ലോജിക്ക് 0 ആയിരിക്കും, എപ്പോഴും ലോജിക് വാല്യൂ 0 ആണ്. ആൻഡ് S5 ഇൻഡിക്കേറ്റ്സ് കണ്ടീഷൻ ഓഫ് ഈ ഫ്ലാഗ് ബിറ്റ്സ് ആണ്. ഫ്ലാഗ് ബിറ്റ്സിൻ്റെ കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് S5. ഇനി S4 to S3യുടെ S4ഉം S3 എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് വിച്ച് സെഗ്മെൻറ്റ് ഈസ് ആക്സസ് ഡ്യൂറിങ് കറണ്ട് ബസ് സൈക്കിൾ. അതായത് നമ്മൾ ഓൾറെഡി ആർക്കിടെക്ചർ ഡയഗ്രാം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അവിടെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണ് ആക്സസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് S4 S3 എന്ന രണ്ട് സ്റ്റാറ്റസ് സിഗ്നൽസ്. 00 ആണെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്, 01 ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണ്, 10 ആണെങ്കിൽ കോഡ് ഓർ നോ സെഗ്മെൻ്റ് ആണ്, ഇനി അതുപോലെ തന്നെ 11 ആണെങ്കിൽ ഡാറ്റ സെഗ്മെൻ്റ് ആണ്. ഇത്രയാണ് ഈ ഒരു കേസിൽ ഇവിടെ പറയാനുള്ളത്. പിന്നെയുള്ളത്
ഈ S7 ഒപ്പമുള്ള BHE എന്ന് പറയുമ്പം നമ്മുടെ ബസ് ഹൈ എനേബിൾ ഓർ അതുപോലെ തന്നെ S7 ആണ്. ഇറ്റ് എനേബിൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡാറ്റ ബിറ്റ്സ്, അതായത് D8 to D15. D8 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് D8 to D15 വരെയുള്ള ലൈൻസിൻ്റെ ആക്ടിവേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡ്യൂറിങ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ്റെ ടൈമിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് BHE ബാർ. ഇനി അതുപോലെ S7ൻ്റെ വാല്യൂ എപ്പോഴും 1 തന്നെയായിരിക്കും. അത് സ്റ്റാറ്റസ് സിഗ്നലാണ്, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. പിന്നെ S6 ലോജിക് 0 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ പ്രോസസ്സറിന് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, മിനിമം മോഡിലും മാക്സിമം മോഡിലും. മിനിമം മോഡാണ് ഞാൻ ആർക്കിടെക്ചർ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ പ്രോസസ്സറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മാക്സിമം മോഡിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സറിന് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പിന്നിലെ കുറച്ച് പിന്ന് മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്നതായിട്ടും മറ്റത് മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിൻസാണ് INTA ബാർ, ALD, DN ബാർ, DT or R ബാർ, M or IO ബാർ, WR ബാർ, HLDA ഹോൾഡ് എന്നൊക്കെ പറഞ്ഞത്. മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിന്നാണ് QS1, Q0, S0, S1, S2, ലോക്ക്, RQ, GT0, GT1 എന്നുള്ള 2 ലൈന്. പിന്നെ മിനിമം ഓർ മാക്സിമം ആണ് അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും പിന്നാണ് മിനിമം മോഡിലും മാക്സിമം മോഡിലും വർക്ക് ചെയ്യുന്നത്. ഇനി അതിനകത്ത് മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന സിഗ്നൽസ് RD ബാർ എന്നുള്ളത് റീഡ് സിഗ്നലാണ്. റീഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഓപ്പറേഷന് മെൻഷൻ ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ദ റീഡ് ഓപ്പറേഷൻ ആണ്. ഇറ്റ് ഈസ് ആക്റ്റീവ് ലോ സിഗ്നലാണ്, ഇതിൻ്റെ വാല്യൂ 0 ആണ്. പിന്നെയുള്ളത് WR ബാർ ആണ്. WR ബാറിൻ്റെ കേസിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സിഗ്നലാണ്. ഇറ്റ് ഈസ് used to write the data to the memory or output device ആണ്. അപ്പോൾ അതിനകത്ത് വേറൊരു ലൈനും കൂടെ ഉണ്ട്, M or IO ബാർ. M or IO ബാർ എന്ന് പറയുമ്പോൾ മെമ്മറി റീഡിങ് ഓർ റൈറ്റിങ്ങും അല്ലെങ്കിൽ IO റീഡിങ് ഓർ റൈറ്റിങ്ങും ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് WR ബാറിൻ്റെ കേസിൽ 0 ആണെങ്കിൽ മെമ്മറിയും IOയും 1 ആണെങ്കിൽ മെമ്മറി ഓപ്പറേഷനും ആയിരിക്കും പെർഫോം ചെയ്യുക. പിന്നെ ഉള്ളത് ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ആണ്. ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവിൻ്റെ കേസിൽ DT or R ആണ്. പിൻ നമ്പർ 27 ആണ്. ഇറ്റ് ഡിസൈഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ത്രൂ ദ ട്രാൻസ് റിസീവർ ആണ്. ട്രാൻസ് റിസീവർ എന്ന് പറയുമ്പം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കൺവേർഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ഡാറ്റ ഫ്രം അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ്. ഇത് അഡ്രസ് ഓർ ഡാറ്റാ ബസ്സിലുള്ള ഡാറ്റേനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ് റിസീവർ. അപ്പോൾ ട്രാൻസ് റിസീവർ അനുസരിച്ച് ഇറ്റ് ഡിസൈഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ത്രൂ ദ ട്രാൻസ് റിസീവർ ആണ്. വെൻ ഇറ്റ് ഈസ് ഹൈ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റർ, അതർവൈസ് റിസീവ് ആണ്, അതായത് DT or R ബാർ വഴി. പിന്നെയുള്ളത് DN ആണ്. DN എന്ന് പറയുന്നത് ഡാറ്റ എനേബിൾ ആണ്. ദിസ് ഈസ് യൂസ്ഡ് ടു എനേബിൾ ദ ട്രാൻസ് റിസീവർ ആണ്. ട്രാൻസ് റിസീവറിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു, അത് അഡ്രസ് ഓർ ഡാറ്റാ ബസ്സിൽ നിന്ന് ഡാറ്റേനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിൻ. പിന്നെയുള്ളത് നമ്മുടെ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. മാക്സിമം മോഡിൽ 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്, അതായത് S0, S1, S2. അതിന് പർപ്പസ് ഉണ്ട്, അതായത് 000 ആണെങ്കിൽ INTA, 001 ആണെങ്കിൽ റീഡ് IO പോർട്ട്, റൈറ്റ് IO പോർട്ട്, 011 ആണെങ്കിൽ ഹോൾഡ്, 100 ആണെങ്കിൽ കോഡ് ആക്സസ്, 101 ആണെങ്കിൽ റീഡ് മെമ്മറി, 110 ആണെങ്കിൽ റൈറ്റ് മെമ്മറി, പിന്നെ 111 ആണെങ്കിൽ നോൺ പാസീവ്. ഇത്രയാണ് ആ സ്റ്റാറ്റസ് സിഗ്നലിൻ്റെ വാല്യൂസും അതിൻ്റെ ഓപ്പറേഷൻസും. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത മാക്സിമം മോഡിൽ പിന്നീടുള്ള ഇത് എന്ന് പറയുന്നത് ഒന്ന് ലോക്ക് ഔട്ട്പുട്ടാണ്. ലോക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോക്ക് പെർഫറൽസ് ഓഫ് ദ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പെർഫറൽസിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പിന്നാണ് ലോക്ക്. അപ്പോൾ അതിൻ്റെ വാല്യൂസിനനുസരിച്ചാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ യൂസിങ് ദ ലോക്കാണ്. പ്രിഫിക്സ് ഓൺ എനി ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെയുള്ളത് DMAയുടെ റിക്വസ്റ്റ് ആണ്, ഡയറക്റ്റ് മെമ്മറി ആക്സസ് റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് RQ ബാർ GT1ഉം RQ ബാർ GT0. അപ്പം അങ്ങനെ RQ GT1ഉം GT0 ആണ് വരുന്നത്. അപ്പോൾ റിക്വസ്റ്റ് DMA റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് ആണ് അവിടെ വരുന്ന ഓപ്പറേഷൻസ്. പിന്നെ ഉള്ളത് നമ്മുടെ QS1ഉം QS0 ആണ്. Q സ്റ്റാറ്റസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആർക്കിടെക്ചർ ഡയഗ്രാം അനുസരിച്ച് നമ്മുടെ 8086 മൈക്രോ പ്രോസസർ ഹാസ് ആൻ ഇൻസ്ട്രക്ഷൻ ക്യൂ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് 6 ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം ആണ്. അപ്പോൾ അതിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയാണ്. അതായത് 00 ആണെങ്കിൽ ക്യൂ സൈഡിലായിരിക്കും,
01 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡിനെ റിട്രീവ് ചെയ്യും. 10 ആണെങ്കിൽ ക്യൂ ഇസ് എം ടി ആയിരിക്കും. 11 ആണെങ്കിൽ സബ്സിക്വൻറ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡാണ് റിട്രീവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആർക്കിടെക്ചർ ഡയഗ്രത്തിലുള്ള വേരിയസ് പിന്നും അതിൻ്റെ പർപ്പസും അതിൻ്റെ ഓർഗനൈസേഷനും അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇത് പഠിക്കാൻ എളുപ്പമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് ഒന്ന് കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളതിൻ്റെ നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.